ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ കുറേ മടിയും പിന്നെ കുറച്ച് തിരക്കുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ ദിവസങ്ങളായിട്ടോ. ആക്ച്വലി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ടൈമിലൊക്കെ ആയിരുന്നു ഈ വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ മാർച്ച് 26 രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയും ചേട്ടനും കുഞ്ഞൂട്ടനും കൂടെ മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 27 വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ എമ്പുരാൻ റിലീസായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് 4 മണിക്കുള്ള ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. തിരൂരിലുള്ള തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ എമ്പുരാൻ കണ്ടത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് തിയേറ്ററിലോട്ട് കയറി. അപ്പം ARM ആയിരുന്നു നമ്മൾ ലാസ്റ്റ് കുഞ്ഞാവേനെയും കൊണ്ട് തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പം ARM കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവൻ നന്നായിട്ട് കരഞ്ഞ് ബഹളം വെച്ച് നമ്മൾ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയി. അതിനുശേഷം നമ്മൾ പിന്നെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. അപ്പം എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞാവിനെയും കൊണ്ട് പോകുന്നത്. അപ്പം ഇപ്രാവശ്യം കരഞ്ഞ് പുറത്തിറങ്ങേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എമ്പുരാൻ അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ റിവ്യൂസ് ഒന്നും കാണാതെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. തിയേറ്ററിൽ പോയിട്ട് നേരിട്ട് തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. സാധാരണ മൂവീസൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂസൊക്കെ കേട്ടിട്ട് പോകാറുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു കേട്ടോ, എമ്പുരാൻ ഒരു റിവ്യൂസും കാണാതെ തന്നെ നമുക്ക് പോകണമെന്ന്. അങ്ങനെ നമ്മൾ ഒരു റിവ്യൂസും അറിയാതെ നേരിട്ട് പോയി കണ്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സിനിമ നന്നായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു എന്നൊന്നും പറയാനില്ല, പക്ഷേ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ ദേവൂട്ടനും വലിയ സീനൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ ഡാൻസൊക്കെ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഫോണിൽ ഫ്ലാഷ് ഇട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ മൂവി കണ്ട് കുറേ നേരം ആയപ്പോഴത്തേക്കും ദേവൂട്ടനും കുഞ്ഞൂട്ടനും ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ കുഞ്ഞൂട്ടന് ബുക്ക് ചെയ്ത സീറ്റ് അവിടെ നടുക്ക് വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. അവൻ ചേച്ചിയുടെ കയ്യിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 27 നോമ്പിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ വൈകിട്ട് ഈവനിങ് ടൈമിൽ നോമ്പ് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര കുത്തി നിറഞ്ഞൊരു തിരക്കൊന്നും ഫസ്റ്റ് ഡേ ആയിട്ടും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഹൗസ്ഫുള്ളായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഓവർ ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മൂവി കഴിഞ്ഞ ശേഷം തിരൂരിലുള്ള സൂഫി മന്തി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അപ്പോൾ അവിടുത്തെ മന്തിയൊക്കെ കിടിലമാണെന്ന് നമ്മൾ കുറേ റിവ്യൂസൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ കയറിയത്. അപ്പോൾ കഴിച്ചപ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാവരും കൂടെ ലൂഡോ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ലൂഡോ കളിക്കുവാണേ. നമ്മൾ 4 പേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ലൂഡോ കളി അത് നിർബന്ധമാണ്. മുമ്പ് ഫോണിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചേട്ടൻ ഒരു ബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുറേ നേരമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവൂട്ടൻ പതുക്കെ അതിൽ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ലൂഡോ കളി പകുതിക്ക് വെച്ച് നിന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, മാർച്ച് 28 ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ചേട്ടനും തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തൊഴാൻ വന്നു. എത്ര വേഗത്തിലാണ് 4 വർഷം കടന്നു പോയതെന്ന് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. കല്യാണമൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട്. 4 വർഷം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ 4 വർഷം വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു ലൈഫ്. ഇനി മുമ്പോട്ടും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം നമ്മളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം നമ്മളിതാ അമ്പലത്തിൽ പോയി തൊഴുത കഴിഞ്ഞ ശേഷം നേരെ വീട്ടിൽ വന്നു. അങ്ങനെ കേക്ക് കെട്ടിയാണ് കേട്ടോ. കേക്കൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കുകയായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ രാത്രി 12 മണിക്ക് കട്ട് ചെയ്യായിരുന്നു പതിവ്. പക്ഷേ അന്ന് ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ, അമ്പലത്തിൽ പോയി വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൽ പോയി വന്ന ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തു, പരസ്പരം കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ഞാനും ചേട്ടനും ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചേട്ടൻ സർപ്രൈസായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. സത്യം പറഞ്ഞാൽ കേക്ക് കട്ടിയതിന് മുമ്പ് വരെയും ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇപ്രാവശ്യം ഗിഫ്റ്റൊന്നും തരാത്തതുകൊണ്ട് ആകെ ഒരു വിഷമം. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ ഇപ്രാവശ്യം നേരത്തെ പ്ലാൻ ചെയ്തതിൽ ഗിഫ്റ്റ് വേണ്ടാന്ന്. പക്ഷേ ചേട്ടൻ എന്നെ പറ്റിച്ചു കേട്ടോ. പറ്റിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങി വെച്ചിരുന്നു. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പ്ലാൻ ചെയ്തത് ഗിഫ്റ്റ് വേണ്ട എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്തായിരുന്നാലും ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു
അടിപൊളി വാച്ചാണ് കേട്ടോ എനിക്ക് തന്നത്. കുറേ നാളായിട്ട് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ ഇത് ഒരു സ്മാർട്ട് വാച്ച്. അങ്ങനെ ചിന്തിച്ചേട്ടൻ എനിക്ക് ആ സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടോ എനിക്ക്. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഇതാ ചിന്നുചേട്ടന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ചിന്നുചേട്ടന് ഓഫീസിൽ പോകേണ്ടി വരുന്നത്. കഴിഞ്ഞ 3 വർഷം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെ അതാ ചേട്ടനും അരുൺ ചേട്ടനും കൂടെ ഓഫീസിലേക്ക് പോവാണ്. അരുൺ ചേട്ടൻ തിരിച്ച് ബൈക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അരുൺ ചേട്ടൻ വന്നിട്ട് നമുക്കൊന്ന് മോളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുണ്ട്. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ട് മോളിൽ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും കുഞ്ഞുട്ടിനും വന്ന ടൈമിൽ എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ചിന്നുചേട്ടൻ എന്നും ജോലിക്കും പോകണമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് കോഴിക്കോടൊക്കെ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാളിലോട്ട് വന്നതാണ് കേട്ടോ. അവിടെ പോയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ആ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കേട്ടോ. എല്ലാ റൈഡിലും കൂടെ കുഞ്ഞുട്ടിനും ദേവൂട്ടനും പിന്നെ ഞങ്ങളും കൂടെയൊക്കെ കുറച്ചൊക്കെ കയറി കേട്ടോ. ഞങ്ങൾക്കൊരു മണ്ടത്തിനും പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 500 രൂപയുടെ കാർഡാണ് കേട്ടോ എടുത്തത്. പക്ഷേ അകത്ത് കയറിയപ്പോഴത്തേക്കും മിക്ക സാധനങ്ങളും കംപ്ലൈൻ്റ് ആയിരുന്നു, വർക്കിംഗ് അല്ലായിരുന്നു. പക്ഷേ കോയിൻസ് തിരിച്ച് തരത്തുമില്ല. അത് കാരണം പിന്നെ നമ്മളെല്ലാവരും ഇതൊക്കെ കളിച്ച് ആ ഒരു കോയിൻസ് തീർക്കേണ്ട ഒരവസ്ഥയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഏറ്റവും കൂടുതൽ ആ ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇടുന്നത് ആരാന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചതൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ദേവൂട്ടനും വേണം ആ ബോൾ കേട്ടോ. അവൻ അതിൻ്റെ ഇടയിൽ വന്ന് നടന്ന് കളിക്കണം. അവനും ആ ഒരു ബോൾ എറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ ആ ബോൾ നിൽക്കത്തില്ല. അതിൻ്റെ ചെറിയ ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ, ഇതിൻ്റെ ഒരു മിനി ബാസ്ക്കറ്റ് ബോൾ വേർഷൻ. അതിൽ ദേവൂട്ടനെയും കളിപ്പിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ ആ ഒരു മത്സരമൊക്കെ കഴിഞ്ഞു. അപ്പം ഇതിൽ വിൻ ചെയ്തത് എൻ്റെ ചേച്ചിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് നമ്മുടെ ഈ ഒരു കാർ റൈഡിങ്ങിൽ പോയി. ഇതിൽ ചേച്ചി വന്നില്ല. ചേച്ചി ദേവൂട്ടനെയും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാനും ഒരു വണ്ടിയിൽ, ചേട്ടനും കുഞ്ഞുട്ടിനും കൂടെ മറ്റൊരു വണ്ടിയിലുമായിരുന്നു. അപ്പോൾ ഇവർ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഞാനിത് അറിഞ്ഞില്ല. ഞാൻ ബെൽറ്റും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവർ വന്ന് എന്നെ ഇടിച്ച് ഞാൻ തെറിച്ച് പോകാത്ത ഭാഗ്യം. പിന്നെ അതായിരുന്നു മത്സരം. ഇവരെന്നെ ഇടിക്കുന്നു, ഞാൻ തിരിച്ചിടിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് എൻ്റെ തല കുറച്ച് നേരം അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ചിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്ന ശേഷം ദേവൂട്ടനും കുഞ്ഞുട്ടനും എന്താ ഈ ഒരു ജീപ്പുകളിലേക്ക് ഇരുത്തി മാള് ഫുള്ള് ഒരു 3 റൗണ്ട്സ് വെപ്പിക്കും കേട്ടോ. കുഞ്ഞുട്ടൻ്റെ ജീപ്പ് കൺട്രോൾ ചെയ്യുന്നത് അവിടെ തന്നെ ഉള്ള ഒരാളായിരുന്നു. ദേവൂട്ടൻ്റെ ജീപ്പ് കൺട്രോൾ ചെയ്യുന്നത് വിപിത്തേട്ടനാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ദേവൂട്ടൻ ഇവിടെ പോകുമ്പോഴത്തേക്കും ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇരിക്കത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് കാണുമ്പോഴേ അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ചാട്ടമാണ്. അങ്ങനെ അവിടെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്കും ചിന്തിച്ചേട്ടനും എത്തി. അങ്ങനെ നമ്മൾ നേരെ അവിടുത്തെ ബീച്ചിൽ പോയി. അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഈ ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു കൊടൈക്കനാൽ ഒരു വ്യൂ തരുന്ന ഒരു ഇത്, നിറച്ചും മരങ്ങളും പൈൻ ഫോറസ്റ്റിലൊക്കെ നിൽക്കുമ്പോഴത്തെ ഒരു ഫീൽ തരുന്നൊരു ബീച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ അങ്ങനെ ബീച്ചിലൊന്നും പോകുമ്പോൾ ഇത്രയും പോയിട്ട് മരങ്ങളെ കാണാറില്ല. പക്ഷേ ഇത് നമുക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു പൈൻ ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഒരു ഈവനിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ കാറ്റ്, ഞാൻ ഒരു ബീച്ചിൽ പോയിട്ട് ഇത്രയും ഒരു കാറ്റ്, എനിക്ക് തോന്നുന്നു ഇത്രയും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ദേവൂട്ടൻ്റെ തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടപ്പുറത്തെത്തിയ ശേഷം ദേവൂട്ടൻ്റെ കുഞ്ഞുട്ടൻ്റെ കാര്യം പറയേ വേണ്ട. 2 പേർക്കും കടലിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും വേണ്ട. ദേവൂട്ടനെ പിടിച്ചാൽ പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവനങ്ങ് കളിക്കാനങ്ങ് പോകണം. പിന്നെ നമ്മൾ 2 പേരും കൂടിയൊക്കെ പിടിച്ച് നിർത്തി ഒരു വിധത്തിൽ. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ കടപ്പുറത്ത്. പിന്നെ കുറച്ച് ഫാമിലീസ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ പലഹാരങ്ങളും ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അപ്പം നമുക്കും അവർ കുറേ ഫുഡൊക്കെ തന്നു കേട്ടോ, പലഹാരങ്ങളും ജ്യൂസും ഒക്കെ. അങ്ങനെ അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം കടപ്പുറത്ത് കളിച്ചു. ദേവൂട്ടനെ തിരിച്ച് കയറിയേ വേണ്ട കേട്ടോ. തിരിച്ച് കടലിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ താഴോട്ട് വിടാതെ ഇങ്ങനെ കൂടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞുട്ടനും ദേവൂട്ടനും വീണ്ടും കുറച്ച് നേരം കൂടെ കടലിൽ കളിച്ചേ പറ്റൂ എന്നായപ്പോഴത്തേക്കും 2 പേരെയും കൊണ്ട് ഒന്നും കൂടെ താഴേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം കൂടെ കളിപ്പിച്ചു. അപ്പോൾ ദേവൂട്ടനാണെങ്കിൽ കടലിനകത്തോട്ട് പോകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടെ കളിപ്പിച്ച ശേഷം 2 പേരെ മുകളിലേക്ക് കയറ്റി. അപ്പോഴത്തേക്കും ദേവൂട്ടനെ വീണ്ടും താഴേക്ക് പോകണം. അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ചേച്ചി അവനെയും കൊണ്ട് ഓടുന്ന ഈ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്.
അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ 29th ആയിരുന്നു കേട്ടോ. അപ്പോൾ 29th ഇതുപോലെ രാവിലെ ചിന്നു ചേട്ടനും അരുൺ ചേട്ടനും കൂടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള കുളമുണ്ട് അവിടെ. അപ്പോൾ കുളത്തിൽ പോയി കുളിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. കാറിലാണ് ഇപ്രാവശ്യം നമ്മൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അരുൺ ചേട്ടനും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ രണ്ടുപേർക്കും കൂടെ മാറി മാറി കാർ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാറിൽ വന്നു. ഇനി എന്തായിരുന്നാലും കുറച്ച് നാൾ ഞാൻ നാട്ടിൽ കാണും, ചേട്ടൻ തിരിച്ചു പോകും കേട്ടോ ജോലിക്ക്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കാറിലിങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് പോകാൻ കേട്ടോ. നമ്മൾ രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ, രാത്രിയല്ല വെളുപ്പിനായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.